കസീം പ്രവാസി സംഘത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് സഖാവ് പ്രശാന്ത് പിണറായി, സ്വാഗത പ്രാസംഗികൻ സഖാവ് പർവീസ് തലശ്ശേരി, പ്രവാസി സംഘത്തിൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നിയുക്ത അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗവും IMCCയുടെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP അൻവർ സാദത്ത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രവാസി സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സമാരാധ്യരായ നേതാക്കന്മാരും കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം ലോകത്തിന് സമ്മാനിച്ച മഹാപ്രതിഭകളുമായ സഖാവ് EMSൻ്റെയും സഖാവ് AKGയുടെയും ഓർമ്മ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വേളയിൽ നാം ഏവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവകാല നേതാക്കന്മാരുടെ അനുസ്മരണ യോഗങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സംഘടനാപരമായി കേവലം ഒരു അനുസ്മരണ യോഗം എന്നതിനപ്പുറം നമ്മുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, മൺമറഞ്ഞ നേതാക്കന്മാർ, അവർ ജീവിച്ചിരുന്ന കാലയളവിൽ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണോ പോരാട്ടം നടത്തിയത്, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എത്രമാത്രം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണോ അവർ നടത്തിയത്, ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അവർ കാണിച്ചു തന്ന മഹനീയമായ മാതൃക നമ്മൾ പിന്തുടരും എന്ന പ്രതിജ്ഞയെടുക്കലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖാവ് EMSനെയും സഖാവ് AKGയെയും പോലെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പോരാട്ടം നടത്തിയത്, ഏത് തരത്തിലുള്ളൊരു മാർഗമാണ് അല്ലെങ്കിൽ മാതൃകയാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വീകരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഹ്രസ്വമായിട്ടാണെങ്കിലും പരാമർശിക്കാതെ പോയാൽ ഈ അനുസ്മരണ യോഗം പൂർണ്ണമാവുകയില്ല എന്ന് കരുതുകയാണ്. നമുക്കറിയാം,
1909 ജൂൺ മാസം 13-ാം തീയതി ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഏലംകുളം എന്ന സ്ഥലത്തെ അതിസമ്പന്നമായ എല്ലാ പ്രൗഢികളും ഉണ്ടായിരുന്ന അന്നത്തെ ഒരുപക്ഷെ ഇന്നത്തെയും സാമുദായികമായി ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും വിഷ്ണുദത്തയുടെയും മകനായി സർവവിധ സൗകര്യങ്ങളുടെയും നടുവിലാണ് സഖാവ് EMS പിറന്നു വീഴുന്നത്. പിന്നീട് ഏതാണ്ട് 7.5 ദശാബ്ദക്കാലത്തോളം നമ്മുടെ രാജ്യത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ഒരു സൂര്യ തേജസ്സായി തന്നെ ജ്വലിച്ചു നിന്നുകൊണ്ട് സഖാവ് EMS അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഒരു പോരാളിയായി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഒടുവിൽ കേരളത്തിലെ സമസ്ത ജനങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ ഒരിക്കലും മായാത്ത ഒരു മുദ്ര പതിപ്പിച്ചുകൊണ്ട് 1998 മാർച്ച് മാസം 19-ാം തീയതി ആ സഖാവ് കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോവുകയാണുണ്ടായത്. സമാനമായ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെയായിരുന്നു സഖാവ് AKGയും പിറന്നു വീഴുന്നത്. കണ്ണൂരിലെ പെരളശ്ശേരിയിൽ അതിസമ്പന്നമായ ഒരു നായർ കുടുംബത്തിലാണ് മാധവിയമ്മയുടെയും ഡെയ്രു നായരുടെയും മകനായി സഖാവ് AKG ജന്മം കൊള്ളുന്നത്. അദ്ദേഹവും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പതറാത്ത മനസ്സും ഇടറാത്ത കാൽപാദങ്ങളുമായി മനുഷ്യ സ്നേഹത്തിന്റെ മഹനീയമായ ദീപവുമേന്തിക്കൊണ്ട് മനുഷ്യ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ടങ്ങളിൽ അടരാടി ഒടുവിൽ പാവങ്ങളുടെ പടത്തലവൻ എന്ന അത്യപൂർവമായ ഒരു ബഹുമതി നേടിക്കൊണ്ടാണ് 1977 മാർച്ച് മാസം 22-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകുന്നത്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് സഖാക്കളും കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിനോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിന്റെ ചരിത്രത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുകയും അവരുടെ മരണത്തിനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ മരണത്തോടെ സ്വയം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്ത അത്യപൂർവമായ വ്യക്തിത്വങ്ങളുടെ ഉടമയായിരുന്നു ഈ രണ്ട് സഖാക്കളും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ചരിത്രം, ആ ചരിത്രം എഴുതുവാൻ തയ്യാറാകുന്ന ഏതൊരു ചരിത്രകാരനും സഖാവ് EMS, സഖാവ് AKG ഈ രണ്ട് മഹാപ്രതിഭകളുടെ സംഭാവനകളെ കുറിക്കാതെ, അതിനെ പരാമർശിക്കാതെ അവരുടെ ചരിത്ര രചനാ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ ഇന്ന് ഈ രണ്ട് സഖാക്കളുടെയും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്ന സമകാലീന കാലഘട്ടം പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ രണ്ട് സഖാക്കളെയും അനുസ്മരിച്ചുകൊണ്ട്
നമ്മളിവിടെ സമ്മേളിക്കുന്നത്. സഖാവ് EMS ഉം AKG യും പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം നമുക്കറിയാം. രണ്ടുപേരും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഏതാണ്ട് 1.5 നൂറ്റാണ്ടോളം ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോടാനുകോടി വരുന്ന ജനങ്ങളെ തങ്ങളുടെ കൈകളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അവരെ ആകമാനം ചൂഷണം ചെയ്തുകൊണ്ട് സാമ്രാജ്യത്വം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്താകട്ടെ ജന്മിമാരും മാടമ്പിമാരും നാട്ടുരാജാക്കന്മാരും രാജ്യത്തെ ജനങ്ങളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുകയും നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന സാമ്രാജ്യത്വത്തിന് ഇന്ത്യൻ ജനതയെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജാതി കോമരങ്ങൾ, പ്രത്യേകിച്ചും വരേണ്യ സമുദായങ്ങൾ, ആ സമുദായങ്ങൾ ഒന്നാകെ അവരുടെ എല്ലാ തരത്തിലുള്ള ദുഷിച്ച പ്രവണതകളും ദുഷിച്ച ആചാരങ്ങളും മാനവ സമൂഹത്തിനിടയിൽ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ചൂഷണം നടത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. ഇതായിരുന്നു EMS ഉം AKG യും പൊതുരംഗത്തെ കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പൊതുവിലുള്ള അവസ്ഥ. അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഒരു ഭാഗത്ത് ലോക സാമ്രാജ്യത്വം 1-2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ ജനതയെ എങ്ങനെയാണോ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുവാനും രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പുത്തൻ മുദ്രാവാക്യങ്ങളുമായി നമ്മുടെ രാജ്യത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മറുഭാഗത്താകട്ടെ ഈ സാമ്രാജ്യത്വ ശക്തികളെ സഹായിക്കുന്ന തരത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരുകളായിക്കോട്ടെ, ആ സർക്കാരുകളെല്ലാം ഈ സാമ്രാജ്യത്വ ശക്തികളെ, രാജ്യത്തെ മുതലാളിമാരെ സഹായിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട്, ഈ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അവശേഷിക്കുന്ന സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കീശയിലാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമാവുകയും അതിനെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമാനം ഉയർന്നു വന്ന അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിനെ വോട്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടി, ആ ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുടെ തനതായിട്ടുള്ള എല്ലാ ഫാസിസ്റ്റ് സ്വഭാവങ്ങളും മുമ്പൊരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവരുടെ ഏറ്റവും വലിയ അജണ്ടയായ വർഗീയത ഒരു മറവുമില്ലാതെ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന ലോകത്തിനാകത്തിന്റെ മാതൃകയായിട്ടുള്ള മഹത്തായ സങ്കല്പങ്ങളെ ആകത്തിന്റെ തച്ചു തകർത്തുകൊണ്ട് വർഗീയ ഭ്രാന്തന്മാർ ഉറഞ്ഞു തുള്ളുന്ന ഒരു ഭാരതമാക്കി നമ്മുടെ ഭാരതത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്. സഖാവ് EMS ഉം AKG യും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തിനു വേണ്ടിയാണോ, ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ രാജ്യത്ത് പോരാട്ടം നടത്തിയത്, ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗത്തിന്റെ വിമോചനത്തിനു വേണ്ടി, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ഉന്നമനത്തിനു വേണ്ടി പോരാട്ടം നടത്തിയെങ്കിൽ
അതേ പോരാട്ടം നടത്തുവാൻ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും തൊഴിലാളികളും അധ്വാനിക്കുന്നവനും സാധാരണക്കാരനുമായിട്ടുള്ള ആളുകൾ ആ പോരാട്ടം ഏറ്റെടുത്ത് നടത്തേണ്ട അടിയന്തരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് സഖാവ് EMS നെയും AKG യും അനുസ്മരിക്കുവാൻ വേണ്ടി നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വരേണ്യ മനസ്കതയുടെ സങ്കുചിതമായ ചിന്തകളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് സഖാവ് EMS നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടല്ല സഖാവ് EMS രംഗത്ത് വരുന്നത്. നമുക്കറിയാം, വള്ളുവ നാട്ടിൽ ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്ന ദുഷിച്ചു നാറിയ പ്രവണതകൾക്കെതിരെ VT ഭട്ടതിരിപ്പാടിനെ പോലെയും MR ഭട്ടതിരിപ്പാടിനെ പോലെയുമുള്ള ബ്രാഹ്മണ സമുദായത്തിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരോടൊപ്പം ചേർന്നതുകൊണ്ട് സ്വന്തം സമുദായത്തിൽ ഉണ്ടായിരുന്ന ജീർണതകൾക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് ആദ്യമായി സഖാവ് EMS പൊതുരംഗത്തേക്ക് വരുന്നത്. സ്വന്തം സമുദായത്തിൽ ശുദ്ധി കലശം നടത്തിക്കൊണ്ടാണ് സഖാവ് EMS എന്ന ബ്രാഹ്മണ സമുദായത്തിലെ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ പൊതുരംഗത്തേക്ക്, കേരളത്തിന്റെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം 1930-ൽ അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സർവകലാശാല വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശീയ സമരത്തിന്റെ ചുക്കാൻ വഹിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാമത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കാഹളം മുഴക്കി നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തയ്യാറായി. രാജ്യത്തെ ജനങ്ങളാകെ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തുവാൻ ആഹ്വാനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോളണ്ടിയറായി സ്വയം മാറുവാൻ തയ്യാറായി EMS നമ്പൂതിരിപ്പാട്. പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിനുശേഷം 1934-ൽ കോൺഗ്രസിന്റെ വളണ്ടിയറായ സഖാവ് EMS-ഉം സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു